ഹായ്, എല്ലാവർക്കും നമസ്കാരം. എമ്പുരാനും ചില ചർച്ചകളും. ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. ഇതിനെ കുറിച്ച് കേൾക്കുന്ന വലിയ വലിയ സംഭവങ്ങളെ ബേസ് ചെയ്ത് ഒരുപാട് കമന്റുകൾ വരുന്നത് ഇങ്ങനെ ഉണ്ടോ അതിനെ കുറിച്ച് ഇതിൽ അറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഏതൊക്കെയാണ് സംഭവങ്ങൾ എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വളരെ അധികം എന്താ പറയാ ഭയങ്കരമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ചില അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ റൂമേഴ്സ് അല്ലെങ്കിൽ ചില സത്യങ്ങൾ ഒക്കെ നമ്മളിവിടെ വെക്കുന്നുണ്ട്. എസ്പെഷ്യലി ആ സിനിമയിൽ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമിയോസിനെ കുറിച്ചാണ്. പൃഥ്വിയാണെങ്കിൽ അടുത്ത് പല ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്, അതിൽ മമ്മൂക്ക ഉണ്ടോ ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഓരോന്നായിട്ട് അങ്ങോട്ട് വായിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം തന്നെ പറയാനുള്ളത്, എമ്പുരാന്റെ റിലീസിന് മുമ്പ് ലൂസിഫറിന്റെ റിലീസ് ഉണ്ടാവും തിയേറ്റേഴ്സിൽ എന്ന് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിട്ടുണ്ട്. കൺഫേം ആയിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ മാക്സിമം അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ നല്ല സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അത് ആ സിനിമ കണ്ടപ്പോൾ കിട്ടിയുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഇമ്പാക്ട്, അതൊന്നുകൂടെ തിയേറ്ററിൽ കാണുക, ആ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് അത് പോയി കണ്ടിട്ട് വീണ്ടും അതിന്റെ ബാക്കി എന്തെന്ന് അറിയാനുള്ള ഒരു സംഭവമൊക്കെ. സത്യം പറയാലോ, ഈ ലൂസിഫർ കാണാണ്ട് അറിയാം എന്നുള്ളതാണ് ഒരു വാസ്തവം. പക്ഷെ എന്നിരുന്നാലും ആ ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, അത് കണ്ടതിന്റെ അതിനോടനുബന്ധിച്ച് അങ്ങോട്ട് എമ്പുരാൻ കാണുമ്പോൾ കിട്ടുന്ന ഫീല് ഭയങ്കരമായിരിക്കും എന്നാണ് തോന്നുന്നത്. എന്തായാലും മാക്സിമം അത് റിലീസിന് എത്തട്ടെ, അത് ഒന്നുകൂടെ നമുക്ക് എൻജോയ് ചെയ്യാം. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അടുത്തത്, പടത്തിലെ 35% ഡയലോഗ്സും ഹിന്ദിയിലാണ്. അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യയിൽ എമ്പുരാൻ ഒരു വൈഡ് റേഞ്ച് റിലീസിനാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് പൃഥ്വി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഞാൻ എവിടെ പേഴ്സണലി ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ പറഞ്ഞ ഈ ഒരു സംഭവം കറക്റ്റ് ആണ്. കാരണം ഈ പറഞ്ഞ പോലെ ആദ്യത്തേതിലാണെങ്കിലും കുറെ ഹിന്ദിയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഇപ്പോഴും ഇത്തരത്തിൽ ഹിന്ദി, ഈ 30% ഹിന്ദി ഡയലോഗ്സ് ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഈറ്റാനുള്ള സാധ്യതയുണ്ട്. ലാംഗ്വേജ് ഒരു വലിയ സംഭവം തന്നെയാണ്. ഈ നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ലാംഗ്വേജ് വലിയ സംഭവം തന്നെയാണ്. അപ്പൊ ഹിന്ദിയിലാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അവിടെ ഒരു വൈഡർ ഓഡിയൻസിനെ റീച്ച് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ആളുകൾ ഒന്നുകൂടി താല്പര്യത്തോടുകൂടി ഈ സിനിമ കാണാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്കും പേഴ്സണലി തോന്നുന്നത്. സോ പിന്നെ ഇതിന്റെ ബജറ്റും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ സ്കെയിലിൽ വരുന്ന വലിയ ബജറ്റ് ചെലവുള്ള പടം തന്നെയാണല്ലോ. അപ്പോ ഇത്തരത്തിൽ എല്ലാ സ്ഥലത്തും പാൻ ഇന്ത്യൻ രീതിയിൽ തന്നെ ഇത് റീച്ച് കിട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹം. പിന്നെ അടുത്തത്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചിത്രമാണ് എമ്പുരാൻ എന്ന് മോഹൻലാൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അത് ലാലേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ലാലേട്ടൻ ഇതിനെ കുറിച്ച് പറഞ്ഞത്, എന്റെ അറിവിൽ ഇത് ഇന്ത്യയിൽ തന്നെ വലിയ, അതായത് പാൻ ഇന്ത്യൻ രീതിയിൽ വലിയ സ്കെയിലിൽ വരുന്ന സിനിമയാണ്. അതിന്റെ എന്താ പറയാ, അതിന് എടുത്തിട്ടുള്ള സമയം അല്ലെങ്കിൽ അതിന്റെ മറ്റ് എന്താ പറയുക യൂണിറ്റുകൾ, അതിനെ കുറിച്ചൊക്കെ പുള്ളി പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അത് യൂണിറ്റിലൊക്കെ ഇപ്പൊ പറഞ്ഞിരുന്നു. പിന്നെ ചെറിയൊരു യൂണിവേഴ്സ് ആണിത്, ചെറിയൊരു ചിത്രമാണിത്, അതുകൊണ്ട് 300-400 പേരൊക്കെ ഒരു യൂണിറ്റിലുള്ളൂ എന്ന രീതിയിലൊക്കെ പൃഥ്വിനെ ട്രോളിക്കൊണ്ട് പറഞ്ഞിരുന്നു ഈ ടീസർ ലോഞ്ചിൽ. അതല്ലാതെ ഒന്ന് രണ്ട് ഇംഗ്ലീഷ് ചാനൽസിലൊക്കെ വന്നിട്ടുള്ള, അതായത് മറ്റ് ബാറോസിന്റെ ഭാഗമായിട്ടൊക്കെ വന്ന സമയത്ത് വന്നതും അതിന് ശേഷം കൊടുത്തിട്ടുള്ള ഒന്ന് രണ്ട് ഇന്റർവ്യൂസിലൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മോസ്റ്റ് എക്സ്പെൻസീവ് ചിത്രമാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബജറ്റിൽ വരുന്ന സിനിമയാണെന്നൊന്നും ലാലേട്ടൻ പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മയിലില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ദയവായി കമന്റിൽ രേഖപ്പെടുത്തുക, ഇല്ലെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യുക. അടുത്തത്, പോസ്റ്റിൽ കാണുന്ന പോലെ ഫഹദ് ഫാസിലോ മമ്മൂട്ടിയോ ബേസിലോ ഒന്നുമല്ല പോസ്റ്റിലുള്ള ആ ഒരു സീക്രട്ട് പരിപാടി, മറിച്ച് ഒരു ഹോളിവുഡ് നടൻ എന്ന് പൃഥ്വിരാജ് പറഞ്ഞു എന്നുള്ളത്. ഇങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് പൃഥ്വി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് കണ്ടത്. പക്ഷെ പൃഥ്വി അങ്ങനെ പറഞ്ഞു എന്നല്ല, പക്ഷെ ആകത്തുക ഇതാണ് ഉദ്ദേശിക്കുന്ന രീതിയിലാണ് ഈ പോസ്റ്റ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോ ഈ പറഞ്ഞ പോലെ മമ്മൂക്കയല്ല, ബേസിലല്ല എന്നുള്ളത് ബേസിൽ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനാണെങ്കിൽ ഇത്ര ബിൽഡപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, നേരിട്ട് മോഹൻ കാണിച്ചാൽ പോരെ എന്നുള്ളത് അതൊരു സത്യമായിട്ടുള്ള ചോദ്യമായിരുന്നു. അതുകൊണ്ട് ബേസിലല്ല നമുക്ക് ഏറെക്കുറെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഫഹദ് ഫാസിലിനെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാരെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഫഹദ് ഫാസിൽ ഉണ്ട് എന്നുള്ളതും കേട്ടിട്ടില്ല. പിന്നെ ഇതിൽ പറഞ്ഞു കേട്ടൊരു സംഭവം, പൃഥ്വി ഡോൺലി ഡോൺലിനെ അപ്രോച്ച് ചെയ്തിരുന്നു. പക്ഷെ ഡോൺലി ഈ ചിത്രത്തില് പല കാരണങ്ങൾ കൊണ്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഡോൺലിക്ക് പകരം മറ്റൊരു അത്ര വലിയ ഫേമസ് അല്ലാത്ത ഒരു ഹോളിവുഡ് നടനെയാണ് കൊണ്ടുവരുന്ന രീതിയിൽ പൃഥ്വി പറഞ്ഞുള്ളത്. അത് ഞാൻ കുറെ തപ്പിയിട്ടും എനിക്ക് അത് ഇന്റർവ്യൂവിൽ കിട്ടിയില്ല. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. പക്ഷെ ഒന്ന് രണ്ട് കമന്റ്സ് എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അറിഞ്ഞത്, മമ്മൂക്കനെ കുറിച്ച് ചോദിച്ച സമയത്ത്, മമ്മൂക്ക ഇതിൽ ക്യാമിയോ ചെയ്യുന്നുണ്ടോ എന്ന് അറിഞ്ഞ സമയത്ത്, അത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ വലിയ രീതിയിൽ അത് വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്, കുറെ ആളുകൾ ഇത് റീൽസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ മമ്മൂക്ക ഈ ക്യാമിയോ ആയിട്ട് ഇതിൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മമ്മൂക്കയുടെ കഥാപാത്രം ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് പൃഥ്വി പറഞ്ഞു ഇല്ല. അതായത് പറഞ്ഞത് നോട്ട് ഇൻ ദിസ് പാർട്ട് ഓഫ് ഫ്രാഞ്ചൈസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഫ്രാഞ്ചൈസിന്റെ ഈ പാർട്ടിൽ ഇല്ല എന്നുള്ളത്.
ആ ഒരൊറ്റ പറച്ചിൽ കൊണ്ട് സംഭവം വേറെ രീതിയിൽ വന്നിട്ടുണ്ട്. അതായത് ഓക്കെ, സെക്കൻഡ് പാർട്ടിൽ ഇല്ല, തേർഡ് പാർട്ടിലൊക്കെ നമുക്ക് ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് പൃഥ്വിരാജ് പ്രത്യേകം എടുത്തു പറഞ്ഞത് നോട്ട് ഇൻ ദിസ് പാർട്ട് എന്നുള്ളത്, ഈ പാർട്ടിലില്ല എന്നുള്ളത് പറയാൻ കാരണം അതാണെന്നുള്ള രീതിയിൽ അപ്പോഴേക്ക് അടുത്ത ഹൈപ്പ് വന്നിട്ടുണ്ട്. അതല്ല, അതിൽ ഏറ്റവും രസമായിട്ട് കണ്ടിട്ടുള്ള ഒരു കമന്റ് ഇതാണ്: മമ്മൂട്ടി ഇല്ല, എന്നാൽ മമ്മൂക്കയുടെ കഥാപാത്രമുണ്ട്, ഇല്ലുമിനാട്ടിന്ന്. ആ രീതിയിലൊരു വാർത്ത വന്നിട്ടുണ്ട്. മമ്മൂക്കയില്ല, പക്ഷെ മമ്മൂക്കയുടെ കഥാപാത്രം ഉണ്ട്. അതുകൊണ്ടാണ് മമ്മൂക്ക ഉണ്ടോ ചോദിച്ചപ്പോ ഇല്ല എന്ന് പൃഥ്വി പറഞ്ഞിട്ടുള്ളത്. കാരണം കഥാപാത്രത്തിനെല്ലാം കാണാൻ പറ്റുന്ന രീതിയിൽ. ഞാൻ ആലോചിക്കണതേ, എത്ര ഹൈപ്പ് നമ്മൾ കൊടുക്കുന്നില്ലേ, എന്തോരം ഹൈപ്പുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരുപാട് പ്രതീക്ഷയാണ് നമ്മൾ ഇതിൽ വെക്കുന്നത്. ഈ പ്രതീക്ഷ എന്ന് പറയുന്നത് എപ്പോഴും വലിയ രീതിയിൽ നമ്മളെ ബാധിക്കാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആഗ്രഹവും പ്രതീക്ഷയും രണ്ടും രണ്ടാണ്. നമുക്കൊരു കാര്യം ആഗ്രഹിക്കാം, മമ്മൂക്ക ഇതിലുണ്ട് എന്ന് നമ്മൾ ആഗ്രഹിക്കാം, നമുക്ക് ഉണ്ടാകണമായിരുന്നു, ഉണ്ടായിരുന്നെങ്കിലല്ലേ എന്നൊക്കെ ആഗ്രഹിക്കാം. അപ്പൊ നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വരാനില്ല. പക്ഷെ നമുക്ക് ഉണ്ടെന്ന് പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു സിനിമയെ തന്നെ ബാധിക്കും. പക്ഷെ എന്നാലും നമുക്ക് വന്നില്ലല്ലോ, എല്ലാം തന്നിട്ട് അവസാനിക്കും, എന്നാലും ഒരു സംഭവം വരും. അപ്പൊ പ്രതീക്ഷയും ആഗ്രഹവും രണ്ടും രണ്ടാണ്. ആഗ്രഹിച്ചോളൂ, പക്ഷെ പ്രതീക്ഷിക്കാതിരിക്കണം നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ചോദ്യം ഇതാണ്: ആരാണ് ഞാൻ? എന്താ ഞാൻ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല, പക്ഷെ പറഞ്ഞതിൽ എന്തൊക്കെയുണ്ട് ഒന്നുകൂടെ റിവൈൻഡ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നുണ്ട്. സോ മൊത്തത്തിൽ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പിടി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുവരെയായിട്ട് കാണാം. കാണുന്നവരെ ചാടാ.